ഇനി നമുക്കൊരു തിയറം നോക്കണം. ടി ബി എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം എൻ ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് വി ഇൻറ്റു എം ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഡബ്ല്യു. അതായത് വിയുടെ ബേസിസിൽ എത്ര ആൾക്കാരുണ്ടാവും? എൻ ആൾക്കാരുണ്ടാവും. ഡബ്ല്യുവിൻ്റെ ബേസിസിൽ എം ആൾക്കാരുണ്ടാവും. അപ്പോൾ ബിയുടെ ബേസിസായിട്ട് എന്തെടുത്തു? വി1, വി2 എക്സെട്ര വി.എൻ. പിന്നെ ഡബ്ല്യുവിൻ്റെ ബേസിസായിട്ട് നമ്മൾ W1, W2 എക്സെട്ര WM എടുത്തു. ഇനി പറയുന്നത് ടി ഓഫ് വിയുടെ, ഇത് ശരിക്കും ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു സി is equal to coordinate matrix of T with respect to the basis B and C into coordinate matrix of V with respect to basis B. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ആലോചിക്കുന്നത്, ടി ഓഫ് വി ഈക്വൽ ടു ടി ഇൻറ്റു വി. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഫോർമുല. അപ്പോൾ ആ ഫോർമുല യൂസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസാണ് ഇനി കാണാൻ പോകുന്നത്. അതിന് മുന്നേ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഫൈൻഡ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. സ്റ്റാൻഡേർഡ് മെട്രിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? 1 0 0 0 1 0 0 0 1. ഇതാണ് ആർ ക്യൂബിലാണെങ്കിൽ അങ്ങനെ, ആർ സ്ക്വയറിലാകുമ്പോൾ 1 0 0 1. ഇവരുടെ ഇമേജസ് എന്താണെന്ന് നോക്കുക, അത് നമ്മൾ കോളം വൈസ് എഴുതുക. ഇനി ഇതാ ഇപ്പോൾ പറഞ്ഞ സംഭവം വന്നേക്കുന്നത് കണ്ടോ? ഇങ്ങനെ കോർഡിനേറ്റ് മെട്രിക്സ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് കണ്ടോ, മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബേസിസ് ബി ആൻഡ് സി തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി വെൻ വി ഈക്വൽ ടു 5 4. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ എന്താണ് ആലോചിക്കേണ്ടത്? നമ്മുടെ ആ തിയറം എന്താണെന്ന് ആലോചിക്കണം. അതായത് ടി ഓഫ് വി കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് സി ഈക്വൽ ടു ടി ഓഫ് ബി, അതായത് മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് ബി ആൻഡ് സി ടു ദ കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു ബി. ടി ഓഫ് വി ഈക്വൽ ടു ടി ഇൻറ്റു വി ഓഫ് ബി. നമുക്ക് ഈ ഒരു സംഭവം തന്നിട്ടുണ്ട് അല്ലേ? ഇല്ലേ? ഇത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വി ബി കണ്ടുപിടിക്കുക. അതായത് കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് ബി. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് ബേസിസ് ബി നമ്മുടെ കയ്യിലുണ്ടല്ലോ. കോർഡിനേറ്റ് മെട്രിക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്, മുന്നത്തെ മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. 5 4 എന്തിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാം? എ ഇൻറ്റു 1 2 പ്ലസ് ബി ഇൻറ്റു -1 1 എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ മൈനസ് ബി 2a പ്ലസ് ബി 5 4 എന്ന് കിട്ടി. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എ മൈനസ് ബി ഈക്വൽ ടു 5 2a പ്ലസ് ബി ഈക്വൽ ടു 4 എന്ന് കിട്ടി. അത് സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? അതൊന്ന് ആഡ് ചെയ്ത് നോക്കുമ്പോൾ 3a ഈക്വൽ ടു 9 എന്ന് വരും. എയുടെ വാല്യൂ 3. നെക്സ്റ്റ് ഇപ്പോൾ എയുടെ വാല്യൂ 3 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബിയുടെ വാല്യൂ എന്ത് കിട്ടും? -2. അപ്പോൾ 3 -2 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി, അതായത് കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് സി ആണ് കിട്ടിയേക്കണത്. അത് കോർഡിനേറ്റ് മെട്രിക്സാണ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 9 ഇൻറ്റു 1 0 പ്ലസ് 6 ഇൻറ്റു 0 1. അതെന്ന് പറയുന്നത് എന്താണ്? 9 6. അതും കൂടി എഴുതിയാലാണ് ശരിക്കും ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി അടുത്തൊരു ഇത് നോക്കൂ. The matrix representation for T from R square to R square is T of BB. അതായത് ഇവിടെ രണ്ട് ബേസിസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല, നമുക്ക് ഒറ്റ ബേസിസാണ് തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? ടി ഓഫ് എങ്ങനെയായിട്ട് മാറും? ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി ബി ഈക്വൽ ടു മെട്രിക്സ് ടി ഇൻറ്റു മെട്രിക്സ് വി അല്ലേ? വെറും മെട്രിക്സ് അല്ല കേട്ടോ, കോർഡിനേറ്റ് മെട്രിക്സ്. ടി ബി എന്ന് പറയുമ്പോൾ കോർഡിനേറ്റ് എന്താണ്? മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് ബി. മറ്റേ വി ബി എന്ന് പറയുമ്പോൾ കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു ബി. ഇപ്പോൾ നമുക്ക് എക്സ് വൈ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് അല്ല നമുക്ക് തന്നിട്ടുള്ളത്. ഫൈൻഡ് ടി ഓഫ് എക്സ് വൈ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ് വൈനെ 1 1ഉം 2 1ൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതണം. അപ്പോൾ എക്സും വൈയും ഏതിൻ്റെ? എന്നിട്ട് നമുക്ക് എന്ത് കിട്ടണം? എയുടെയും ബിയുടെയും വാല്യൂസ് കിട്ടണം. അത് നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതെന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ കിട്ടണത്? നമ്മുടെ കയ്യിൽ നമുക്ക് വേണ്ടത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വിയുടെ
മെട്രിക്സ് ആണ് അല്ലേ? കണ്ട, ട്രാൻസ്ഫോർമേഷൻ ഓഫ് വിയുടെ മെട്രിക്സ് കിട്ടണമെങ്കിൽ ഈ ടി ഓഫ് ബി സി, ഇവിടെ 2 ഉണ്ടായിരുന്നു, ഇതിപ്പോൾ 1 ഉള്ളതുകൊണ്ട് ആ സി ഒക്കെ എന്തായി, ബി ആയി. ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു ബേസിസ് ബി കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ് വൈന്ന് ആരുടെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതി, 1 1ൻ്റെയും 2 1ൻ്റെയും ലീനിയർ കോമ്പിനേഷൻ എഴുതി. അപ്പോൾ എന്ത് കിട്ടി? എ പ്ലസ് 2b ഈക്വൽ ടു എക്സ്, എ പ്ലസ് ബി ഈക്വൽ ടു വൈ. സൈമുലിക്കേഷനിൽ പോലും ഇട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം തന്നിട്ടുള്ളത് എക്സിനും വൈനൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തു. 1 2 എക്സ് 1 1 വൈ. ഇനി എന്ത് ചെയ്യണം? ഈ 1നെ എടുത്ത് 0 ആക്കണം. R2 ചേഞ്ചസ് ടു R2 മൈനസ് R1. 1 മൈനസ് 1 0, 1 മൈനസ് 2 മൈനസ് 1 വൈ മൈനസ് എക്സ്. അപ്പോൾ മൈനസ് ബി ഈക്വൽ ടു എന്ത് കിട്ടി? വൈ മൈനസ് എക്സ് എന്ന് കിട്ടി. ഇവിടെ വൈ മാത്രമല്ലോ എഴുതിയിട്ടില്ല, അത് തെറ്റാണ്. മൈനസ് ബി ഈക്വൽ ടു വൈ മൈനസ് എക്സ്. അപ്പോൾ ബിയുടെ വാല്യൂ മൈനസ് വൈ പ്ലസ് എക്സ് എന്ന് കിട്ടി. അതൊക്കെയാണ്. ഈ ഒരു ഇവിടെ എഴുതിയേക്കാനുള്ളൊരു മിസ്റ്റേക്ക് ഉണ്ട്. നെക്സ്റ്റ് എ പ്ലസ് 2b ഈക്വൽ ടു എക്സ്. ബിയുടെ വാല്യൂ എന്താ? മൈനസ് വൈ പ്ലസ് 2x ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 2x മൈനസ് 2y ഈക്വൽ ടു എക്സ്. എ പ്ലസ് 2x മൈനസ് 2y ഈക്വൽ ടു എക്സ്. അപ്പോൾ എ ഈക്വൽ ടു 2y മൈനസ് എക്സ്. അപ്പോൾ എൻ്റെയും ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് എക്സ് വൈ റിലേറ്റഡ് ടു ബേസിസ് ബി ഏതാലോ. അപ്പോൾ അത് നമ്മൾ എഴുതി 2y മൈനസ് എക്സ്, എക്സ് മൈനസ് വൈ. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി കിട്ടിയപ്പോൾ ഇതും കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഏതും കിട്ടിയിട്ടുണ്ട്? ഇതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എക്സ് 2y പ്ലസ് എക്സ്, ഇതിൻ്റെ റോ ഇതിൻ്റെ കോളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 2y മൈനസ് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിങ്ങനെ കിട്ടി. അപ്പോൾ എക്സ് 2y പ്ലസ് എക്സ് ആണ് അതിൻ്റെ കോർഡിനേറ്റ് മെട്രിക്സ്. അപ്പോൾ ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 1 പ്ലസ് 2y പ്ലസ് എക്സ് ഇൻറ്റു 2 1. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇവിടെ എന്ത് വന്നു? 4y പ്ലസ് എക്സ് 2y പ്ലസ് എക്സ്. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 4y പ്ലസ് 2x, അടുത്തത് എക്സ് പ്ലസ് 2y പ്ലസ് എക്സ്, എക്സ് പ്ലസ് എക്സ് 2x, 2x പ്ലസ് 2yയും 3x പ്ലസ് 4y ആണ് നമ്മുടെ എന്ത്? ടി ഓഫ് എക്സ് വൈ.